ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയുടെ നടുവിൽ അതിശക്തിയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായി ഒരു രാജാവുണ്ടായിരുന്നു. ജനങ്ങൾ അവനെ രാജാവെന്നതിലുപരി ദൈവമായി കാണണമെന്ന് അവൻ നിർബന്ധിച്ചു. അവന്റെ വാക്ക് തന്നെ നിയമം, അവന്റെ ആജ്ഞ തന്നെയാണ് ജീവിതം. ആരും അവനെ ചോദ്യം ചെയ്യാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അത്തരമൊരു സമയത്താണ് സത്യവുമായി ഒരാൾ അവന്റെ മുന്നിലേക്ക് എത്തുന്നത്. മൂസ. നീ ദൈവമല്ല, ഒരേയൊരു ദൈവം മാത്രമാണ് എന്ന സത്യവാക്കുകൾ ഫിറൗണിന്റെ അഹങ്കാരത്തെ കത്തിച്ചു കളഞ്ഞു. എന്നാൽ അവൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പകരം തന്റെ ശക്തിയും സൈന്യവും ഉപയോഗിച്ച് തന്റെ മേൽക്കോയ്മ തെളിയിക്കുകയായിരുന്നു അവന്റെ ശ്രമം. കാലം കടന്നു പോകുമ്പോൾ അവന്റെ പീഡനം കൂടി. ജനങ്ങൾ ഭയത്തിലും വേദനയിലും ജീവിച്ചു. ഒടുവിൽ ഒരു ദിവസം മൂസയുടെ നേതൃത്വത്തിൽ അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത് അറിഞ്ഞ ഫിറൗൺ തന്റെ സൈന്യവുമായി അവരുടെ പിന്നാലെ പുറപ്പെട്ടു. യാത്ര ഒടുവിൽ ഒരു കടലിന്റെ കരയിലെത്തി. മുന്നിൽ കടൽ, പിന്നെ ശക്തമായ സൈന്യം. രക്ഷപ്പെടാൻ വഴിയില്ലാത്ത ഒരു അവസ്ഥ. പക്ഷേ അതേസമയം ചരിത്രത്തിലെ ഏറ്റവും അതിശയകരമായ സംഭവം സംഭവിച്ചതായി വിശ്വാസം പറയുന്നു. കടൽ പിളർന്ന് ഒരു വഴി രൂപപ്പെട്ടു. ജനങ്ങൾ അതിലൂടെ കടന്നു. ഈ കാഴ്ച കണ്ടിട്ടും ഫിറൗൺ നിർത്തിയില്ല. തന്റെ അഹങ്കാരത്തിൽ കണ്ണടഞ്ഞ അവൻ അതേ വഴിയിലൂടെ പിന്തുടരുന്നു. അത് തന്റെ വിജയത്തിന്റെ തുടക്കമാണെന്ന് അവൻ കരുതിയിരുന്നു. എന്നാൽ അതാണ് അവന്റെ അവസാനമായി മാറിയത്. കടൽ വീണ്ടും അടിഞ്ഞു. തിരകൾ ഉയർന്നു. അവനും അവന്റെ സൈന്യവും അതിൽ മുങ്ങിപ്പോയി. കഥ അവിടെ അവസാനിച്ചില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം മരുഭൂമിയിലെ മണൽക്കൂനകൾക്കിടയിൽ നിന്ന് ചില ശരീരങ്ങൾ കണ്ടെത്തപ്പെട്ടു. ഇന്നത്തെ ഈജിപ്തിലെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന മമ്മികളിൽ ചിലത് ഗവേഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവയിൽ ഒന്നിനെക്കുറിച്ച് ചിലർ പറയുന്നത് അത് ആ ഫിറൗണിന്റെ ശരീരമായിരിക്കാമെന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശരീരം നശിക്കാതെ നിലനിൽക്കുന്നത് പലർക്കും അത്ഭുതമായി തോന്നി. ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിലും ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചു. ആ മമ്മിയിൽ കടൽ വെള്ളത്തിന്റെ അടയാളങ്ങൾ കാണുന്നുവെന്ന്. ഇത് കേട്ടവരിൽ ചിലർ അത് അവന്റെ മുങ്ങിമരണത്തിന്റെ തെളിവായി കരുതുന്നു. എന്നാൽ ശാസ്ത്രജ്ഞർ ഇതിനെ വ്യത്യസ്തമായി വിശദീകരിക്കുന്നു. പുരാതന ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന മമ്മിഫിക്കേഷൻ രീതിയിൽ ശരീരം സംരക്ഷിക്കാൻ ഉപ്പും മറ്റു രാസവസ്തുക്കളും ഉപയോഗിച്ചിരുന്നു. അതിനാൽ ശരീരത്തിൽ ഉപ്പിന്റെ സാന്നിധ്യം കാണുന്നത് അതിശയകരമല്ലെന്ന് അവർ പറയുന്നു. ഇതോടെ വീണ്ടും ഒരു വലിയ ചോദ്യം ഉയരുന്നു. ഇത് ഒരു ദൈവിക മുന്നറിയിപ്പിന്റെ തെളിവാണോ, അല്ലെങ്കിൽ ഒരു സാധാരണ ശാസ്ത്രീയ വിശദീകരണമാണോ? ചരിത്രപരമായ നിലപാടിൽ പോലും ഫിറൗൺ ആരായിരുന്നു എന്നത് വ്യക്തമായിട്ടില്ല. ചിലർ അത് റാമസസ് ആണെന്ന് പറയുന്നു. മറ്റു ചിലർ അത് നിഷേധിക്കുന്നു. പുതിയ ടെക്നോളജികളും പഠനങ്ങളും ഉപയോഗിച്ച് ഗവേഷകർ ഈ രഹസ്യം കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നുവരെ ഒരു വ്യക്തമായ ഉയരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാലം മാറിയെങ്കിലും ഈ കഥയുടെ ശക്തി കുറഞ്ഞിട്ടില്ല. വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഇടയിൽ നിന്നും ഈ കഥ ജീവിക്കുന്നു. ഒരു വശത്ത് ഇത് ദൈവത്തിന്റെ മുന്നറിയിപ്പായി ചിലർ കാണുമ്പോൾ, മറ്റുവശത്ത് ഇതൊരു ചരിത്ര സംഭവമായി മറ്റു ചിലർ വിശകലനം ചെയ്യുന്നു. എന്നാൽ എന്തായാലും ഈ കഥ നമ്മെ ഒരേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരം എത്ര ഉയർന്നാലും അതിന് ഒരു ദിവസം ഒരു അവസാനമുണ്ടാകും. അതുകൊണ്ടാണ് ഫിറൗണിന്റെ കഥ ഇന്നും മനുഷ്യർക്കൊരു ശക്തമായ മുന്നറിയിപ്പായി തുടരുന്നത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.